കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിടുന്നത് സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും. കേരളം പദ്ധതിയിൽ പങ്കാളിയായാൽ ഗുണം ലഭിക്കുക 168 BRCകളിലായി പരമാവധി 336 സ്കൂളുകൾക്കാണ്. ഈ സ്കൂൾ പ്രവേശനത്തിലുള്ള വയസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ടല്ലോ. ഔപചാരിക വിദ്യാഭ്യാസത്തിനായുള്ള സ്കൂൾ പ്രവേശന പ്രായം കേരളത്തിൽ 5 വയസ്സാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുന്നത് ഇനി 2026-27 വരാൻ പോകുന്ന അക്കാഡമിയിൽ അടുത്ത അക്കാഡമി മുതൽ 1-ാം ക്ലാസ് പ്രവേശനം 6 വയസ്സാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് നമ്മളുടെ ധാരണ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 6 വയസ്സാക്കി ഉയർത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് PM ശ്രീയും നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. പദ്ധതിയിൽ ചേർന്നാൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരുമെന്നതായിരുന്നു കേരളമടക്കം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് മുഖ്യ കാരണം. സ്കൂളിന് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് വയ്ക്കുന്നതിനെയും എതിർത്തിരുന്നു. ഇതോടെ കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. ഫണ്ട് മുടങ്ങിയതോടെ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾ പ്രതിസന്ധിയിലായി. പിന്നാലെയാണ് മനം മാറ്റം. ഒരു BRCക്ക് കീഴിൽ പരമാവധി 2 സ്കൂളുകൾക്കാണ് പദ്ധതിയിൽ ഇടം ലഭിക്കുക. ഒരു പ്രൈമറി സ്കൂളും ഒരു സെക്കൻഡറി സ്കൂളും. ഈ സ്കൂളുകൾക്ക് പ്രതിവർഷം 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ 5 വർഷം വിവിധ പദ്ധതികൾക്ക് ലഭിക്കും. ഇതിൽ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. സംസ്ഥാനം ധാരണാപത്രം ഒപ്പിട്ടാൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സർക്കാർ സ്കൂളുകൾക്ക് അപേക്ഷിക്കാം. സംസ്ഥാനതല സമിതി സ്കൂളുകളെ തിരഞ്ഞെടുക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.